കമ്പോസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്പോസർ എന്ന് പറയുന്നതിന്റെ പറ്റി അത് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഈ കമ്പോസിങ്. പുത്തൂരം വീട്ടിലെ തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ. ഫൈനൽ മത്സരത്തിൽ യേശുദാസ് സാറ് ഫ്രണ്ടിൽ വന്നിരിക്കും, കോമ്പറ്റീഷൻ ഫുള്ള് കേൾക്കാനായിട്ട്. ദാസ് സാറാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു പാടാം, ഇവിടുന്ന് കൊണ്ട് ശബ്ദം വരില്ല. മറ്റേ ശ്രീനിവാസേട്ടൻ മറ്റേ ഇതിൽ വിസിൽ വിളിച്ച കാര്യം, ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഒരമ്മ. ഓരോരുത്തരുടെ പേഴ്സണൽ ഫേവറേറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു പാട്ട് എത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ശബ്ദമാകാൻ കഴിയുക പറയുന്നത് ഒരു വലിയ സന്തോഷമാണ് നമുക്ക്. തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. MC ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് നല്ല നല്ല ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു തന്ന KK നിഷാദാണ്. നിഷാദേട്ടൻ സിംഗർ മാത്രമല്ല, ഒരു നല്ല മികച്ച ലൈവ് പെർഫോമർ കൂടിയാണ്. നമുക്ക് നിഷാദേട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം നിഷാദേട്ടൻ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയതിങ്ങനെ ഓരോരോ എന്താ പറയുക, നമ്മുടെ ഓരോ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സ്പേസിൽ നമ്മൾ എത്രമാത്രം അങ്ങോട്ടേക്ക് പോകുന്നോ അതിന്റെ ആഴം കൂടുന്നു പറയില്ല. അപ്പൊ അത് എപ്പോഴാണ് ബാക്കിയിലേക്കുള്ള ഒരു സമയം ഇനി ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടുള്ള അവസ്ഥയാണ്. മ്യൂസിക് വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, ഇപ്പം കോവിഡ് വന്ന സമയത്താണ് നമ്മള് കൂടുതലായിട്ടും മ്യൂസിക്കിന്റെ മറ്റു മേഖലകളിലേക്ക്, കാരണം പെർഫോമൻസ്, ഇപ്പോൾ മീനാക്ഷി പറഞ്ഞ പോലെ പെർഫോമൻസ് എന്നുള്ള ഒരു സംഭവം പാടെ നിലച്ച ഒരു സമയമായിരുന്നല്ലോ കോവിഡ്. അപ്പം എല്ലാ പാട്ടുകാരും പല പല മേഖലയിൽ, മ്യൂസിക്കിന്റെ മറ്റു മേഖലയിലേക്ക്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കമ്പോസിങ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ അങ്ങനെ ഒരു മേഖല ഞാനൊക്കെ അതിലേക്ക് മെല്ലെ അറിയാതെ തിരിഞ്ഞു വെച്ചാൽ അതിനു വേണ്ടിയല്ല, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ പെർഫോം ചെയ്യാനുള്ള ഒരു വേദികളില്ല. അപ്പൊ അങ്ങനെ വന്നപ്പം ഈ കമ്പോസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കമ്പോസർ എന്ന് പറയുന്നതിന്റെ പറ്റി അത് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഈ കമ്പോസിങ് എന്നുള്ളത് മനസ്സിലാവണം. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചകഞ്ഞു പോകില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി എത്രയോ ദൂരത്തിലോട്ട് പോവാൻ കിടക്കുന്നു. എങ്ങനെയാണ് ഈ സംഗീതത്തിന്റെ ഒരു ജേണി? ചെറുപ്പത്തില് അച്ഛനും അമ്മയും ആരെങ്കിലും പാട്ട് അച്ഛനും അമ്മയും പാടുന്നവർ തന്നെയായിരുന്നു, പക്ഷെ അവരെ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല. പക്ഷെ അച്ഛനും വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പാടിയിട്ടുണ്ട്, ഒരുപാട് വേദികളിൽ അവർ പാടിയിട്ടുണ്ട്. അമ്മയും പാടിയിട്ടുണ്ട്, അച്ഛനും പാടിയിട്ടുണ്ട്. അവരിൽ നിന്ന് തന്നെയാണ് എനിക്ക് മ്യൂസിക്. അച്ഛനാണ് എനിക്ക് ആദ്യ ഗുരു എന്ന് പറയാം. പിന്നെ അതിനുശേഷം ചേളന്നൂർ സുകുമാരൻ ഭാഗവതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണമെങ്കിൽ പെട്ടെന്ന് അറിയാനായിട്ട് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടന്റെ ഭാര്യ പിതാവാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു കർണാട്ടിക് സംഗീതം മ്യൂസിക് എന്താണെന്ന് അറിയുന്നത്, പഠിക്കുന്നത്. അച്ഛനിങ്ങനെ നമ്മൾ സാധാരണ സരിഗമപ്പയൊക്കെ പറഞ്ഞിരുന്നു, അത് സരളീകരിച്ചകളൊക്കെ അങ്ങനെ അച്ഛൻ പറഞ്ഞു തരുന്നു. പിന്നെ ഒരു ഗുരുവിന് കീഴിൽ ചിലപ്പോൾ അച്ഛന് മകനെ ഇരുത്തി പഠിപ്പിക്കാനുള്ള മകനും അത്ര ഒരു സീരിയസ്നെസ്സോടെ ഇരിക്കുവാന്ന് അറിയില്ല. അങ്ങനെ സാറിന്റെ അടുത്താണ് ആദ്യം. പിന്നെ ശ്രീധരൻ മുണ്ടങ്കണ സാറിന്റെ അടുത്ത് പഠിച്ചു, പാല CK രാമചന്ദ്രൻ സാറിന്റെ അടുത്ത് പഠിച്ചു. ഇപ്പം പെരുമ്പാവൂർ G രവീന്ദ്രനാഥ് സാറിന്റെ അടുത്ത് കർണാട്ടിക് പഠിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹിന്ദുസ്ഥാനി ഒരു മ്യൂസിക്കിനൊരു വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നമുക്ക് ഹിന്ദുസ്ഥാനി പഠിക്കാനായിട്ട് അന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛനും കൂടുതൽ ഇഷ്ടം ഞങ്ങൾ കേൾപ്പിച്ചതൊക്കെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ് കൂടുതൽ, ഗസൽസും അതേപോലെ അങ്ങനെ കച്ചേരികളും. അച്ഛൻ ഇങ്ങനെ ഓരോന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അച്ഛന് എവിടെ അത് പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയതുമില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ
ഇങ്ങനെ തെരഞ്ഞൊരു ഒരുവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അദ്ദേഹം പക്ഷേ വോക്കലിസ്റ്റ് അല്ല, അദ്ദേഹം ഒരു ഹാർമോണിയം പ്ലെയർ ആയിരുന്നു. ഹിന്ദുസ്ഥാനിയാണോ പഠിച്ചത്? ഹിന്ദുസ്ഥാനി അല്ല, ആദ്യം പഠിച്ചത് കർണാട്ടിക്കാണ്, ബേസ് എല്ലാം കർണാട്ടിക്കാണ്. നളിൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ് ഈ പറയുന്നത്. അദ്ദേഹം ഹാർമോണിയം പ്ലെയർ ആണ്, ഹിന്ദുസ്ഥാനി ഹാർമോണിയം പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വോക്കൽ അതിൻ്റെ ഒരു കൾച്ചർ പഠിക്കുക, അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചേരികൾ കേൾക്കാൻ പോകും, അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കേൾക്കാനൊക്കെ. അങ്ങനെ ഒരു കൾച്ചർ എന്താണെന്നുള്ളൊരു പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാൻ, കാരണം ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർണാടകയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറും. പിന്നെ അതിനുശേഷം സാറിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇപ്പം വോക്കൽ പഠിക്കുന്നത് ദത്താത്രേയ വലൻകാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത്. അദ്ദേഹത്തെ ഇതേപോലെ ഇങ്ങനെ തെരഞ്ഞ് ബാംഗ്ലൂർ വരെ എത്തി, അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് കീഴിൽ പഠിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈനും ഉണ്ട്, അല്ലാതെ ഓഫ്ലൈൻ അന്ന് ഞങ്ങൾ പോയി പഠിക്കുന്ന ഒരു രീതി. അവരൊക്കെ ഇപ്പോഴും ഒരു ഗുരുകുല വിദ്യാഭ്യാസ രീതിയാണ്, വീട്ടിൽ താമസിച്ച്. ഞങ്ങളിപ്പോ ഒരു വെള്ളിയാഴ്ച പോയി കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ അവിടെ നിന്നിട്ട് സാറിന്റെ വീട്ടിൽ, ഇപ്പോഴും അങ്ങനെയാണ്. സാറിന് അതാണ് താല്പര്യം. സാർ എപ്പോഴും സാറിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അങ്ങനെ സ്വാഭാവികമായ അദ്ദേഹത്തിന്റെ എല്ലാ ദിനചര്യകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതിനിടയിൽ സാറ് ക്ലാസ്സുകൾ എടുക്കുന്നു. സാറിന് ഒരു പെട്ടെന്ന് ഒരു മൂഡ് വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് സെഷൻ വരുമ്പോൾ സാർ ഇരിക്കുന്നു, അങ്ങനെ ഇരുന്ന് അങ്ങനെയാണ്. ഒരു 2 ദിവസം സാറിന്റെ കൂടെയുള്ള ഒരു, പക്ഷെ അത് ഭയങ്കര രസമല്ലേ? ആ രസമാണ് സാർ, അനുഭവങ്ങളും. പിന്നെ കൂടുതൽ എന്ന് പറയുന്ന നമുക്ക് ഈ കൾച്ചർ, സാർ ഹിന്ദിയാണ് കൂടുതൽ സംസാരിക്കുക, നമ്മള് പിന്നെ അല്ലെങ്കിൽ കന്നഡയാണ്. കന്നഡ ഒട്ടും അറിയാത്തോണ്ട് ഹിന്ദിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, അപ്പൊ ആ ഒരു കൾച്ചറും ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ, ഇത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്ന ഒരു കൾച്ചർ തന്നെയാണ്. അപ്പൊ ആ ഒരു കൾച്ചറിലേക്ക് ആവാൻ ഇത്തിരി സമയം വേണം, എന്നാലും ഇപ്പോഴും ആയിട്ടില്ല, എന്നാലും നമ്മൾ അതിലേക്ക് ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് സാറൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളെ ലാംഗ്വേജ് അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുക, അത്രയും നമ്മളെ കംഫർട്ടബിൾ ആക്കുകയാണ് അദ്ദേഹം. മലയാളം അദ്ദേഹം ഇപ്പൊ പറഞ്ഞു തുടങ്ങി നമ്മളോട് സംസാരിക്കാൻ. അപ്പോൾ അദ്ദേഹം അത്രയും കംഫർട്ടബിൾ ആയിട്ട് അത്രയും സ്നേഹിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സാറിന്റെ കൂടെ അങ്ങനെയാണ്. എന്റെ വൈഫിന്റെ വീട് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് പോകുമ്പോ ഇതേപോലെ തന്നെ 2-3 ദിവസം നിന്നിട്ട് സാറിന്റെ വീട്ടിൽ പോയിട്ട് പഠിക്കാം. അറിയാലോ, റിലേറ്റീവ് ആണ്, അറിയാം. അപ്പൊ അവിടെ പോയി പഠിക്കുകയാണ്. രാവിലെ പോകും, ക്ലാസ് എടുക്കും, അടുത്ത ദിവസം പോകും, അങ്ങനെയാണ് പഠിക്കുന്നത്. അതും വല്ലാത്തൊരു അനുഭവമാണ്. സാറും ഇതേപോലെ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കുന്ന പോലെ നോക്കുന്നത്, അത്രയും സ്നേഹത്തോടെയാണ് പറഞ്ഞിരുന്നത്. അതൊരു എനിക്ക് തോന്നുന്നു ചെറുപ്പത്തില് കഥാപ്രസംഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിന് കാരണം വെച്ചാലേ സ്കൂൾ തലത്തിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ, യുവജനോത്സവങ്ങളിലൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് മ്യൂസിക്, അങ്ങനെ മ്യൂസിക് ഐറ്റത്തിന് മത്സരിക്കാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ, അപ്പോൾ അവന് ഒരു അവസരം, അവനാണ് അതിനല്ല, ഇപ്പം ലൈറ്റ് മ്യൂസിക് ആണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലും അദ്ദേഹത്തിനെയാണ് വിടാറല്ല, അദ്ദേഹം നന്നായി മികച്ച രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ഐറ്റം എന്ന് പറയുന്നത് ഇല്ലാതെ, പാട്ടാണല്ലോ നമ്മുടെ ഒരു പാഷൻ. പക്ഷെ ആ സമയത്ത് അച്ഛൻ്റെ ഒരു സുഹൃത്ത് വിജയൻ എന്ന് പറഞ്ഞ MR വിജയൻ എന്ന് പറയുന്നത്, അദ്ദേഹം കഥികനായിരുന്നു. ഞങ്ങൾ വീടിന് അടുത്തടുത്ത് തന്നെയാണ്. അപ്പൊ എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ വരും, ചായ കുടിക്കും, കുറെ തമാശ പറയും, തിരിച്ചു പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പ്രോഗ്രാമിന് അച്ഛനാണ് ഹാർമോണിയം വായിക്കാൻ, അച്ഛനാണ് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്. കഥാപ്രസംഗത്തിൽ പാട്ടുകൾ ഉണ്ടാവും, അത് കമ്പോസ് ചെയ്യണ അച്ഛനാണ്. അച്ഛൻ നല്ല കമ്പോസറും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ എനിക്കൊരു ഐറ്റം ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്കിളാണ് എന്നോട്, വിജയൻ മാമനാണ് പറയുന്നത്, നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാനൊരു 10 മിനിറ്റിന്റെ കഥ റെഡിയാക്കി തരാം. അപ്പൊ 10 മിനിറ്റ് ആണല്ലോ സമയം, സ്കൂളുകളിൽ അത്രയേ ഉള്ളൂ സമയം. അപ്പോൾ ഞങ്ങൾ വിജയമാമൻ എന്നാ വിളിക്കാം. വിജയമാമൻ അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല്, സാധാരണ ഇവിടെയുള്ള കഥകളെല്ലാം എടുക്കാറ്, റഷ്യൻ കഥകളൊക്കെ എടുത്തിട്ട് അതിനെ തർജ്ജമ ചെയ്തിട്ട് അതിന് അങ്ങനത്തെ ഒരു രീതി. അപ്പൊ അതില് പാട്ടുകൾ ചെയ്യുന്നതും സാധാരണ നമ്മൾ കഥാപ്രസംഗത്തിൽ കേൾക്കുന്ന പാട്ടുകളെക്കാൾ വ്യത്യസ്തമായിട്ടാണ് അച്ഛൻ പാട്ടുകളൊക്കെ രാഗ ബേസ്ഡ് ആയിട്ടോ അല്ല അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ചെയ്യും അച്ഛൻ. കഥ പറഞ്ഞു കൊടുക്കണ പോലെ. അതെ, അങ്ങനെ പാട്ടുകൾ ഒരു പാട്ടായിട്ട് തന്നെ അതില് നമ്മൾ ഒറ്റയ്ക്ക് പാടിയാലും ആ പാട്ടിനൊരു ഇതുണ്ടാവും. അപ്പൊ അങ്ങനെ പാട്ടുകൾ അപ്പൊ അവരെ കൂടെ ഇരുന്ന് ഞാൻ അച്ഛൻ പാട്ട് കമ്പോസ് ചെയ്യുന്ന മുതൽ ഈ കഥ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ ഞാനും ഇൻട്രസ്റ്റിംഗ് ആയി. അങ്ങനെ കഥാപ്രസംഗം
എൻ്റെ തലയിലേക്ക് കയറി. അങ്ങനെ കയറിയാണ് ഒരു 6th മുതൽ ഞാൻ കോമ്പറ്റീഷൻ പങ്കെടുക്കുമായിരുന്നു. അപ്പം സ്റ്റേറ്റ് ലെവലിൽ പോയിരുന്നു. ഫസ്റ്റ് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് ലെവലിലൊന്നും, കാരണം അത്രയും നമ്മുടെ ഭാഷയൊക്കെ അന്ന് കോഴിക്കോട് ആണ് നമ്മുടെ ഭാഷ കുറച്ചുകൂടി ഈ കഥാപ്രസംഗത്തിന് കുറച്ചുകൂടി നല്ല ഭാഷ വേണമല്ലോ. അല്ല അയ്യോ എന്ന് വെച്ചാൽ കോഴിക്കോട് ഭാഷ മോശമല്ല, അല്ല നല്ല ഞങ്ങളൊരു കൊളോക്കിയലായിട്ട് കോഴിക്കോടിലെ സംസാരമാണ് എപ്പോഴും. അപ്പൊ അത് ഇതിലേക്ക് മാറാനൊരു എനിക്ക് കുറച്ച് സമയം എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ ഈ കോട്ടയം ഈ ഭാഗത്തേക്കുള്ള ഭാഷ അവരങ്ങനെയുള്ള കുട്ടികൾ മികച്ചതായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. അപ്പൊ അവർക്ക് അങ്ങനെ പ്രൈസ് അങ്ങനെ. അപ്പം അതിലേക്ക് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ വന്നപ്പം 7 വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിന്നറായിരുന്നു. അപ്പൊ അങ്ങനെ പക്ഷെ അതിലും എന്റെ പാഷൻ എന്ന് പറയുന്നത് അതിലെ പാട്ടുകളായിരുന്നു എന്റെ. പിന്നീട് ഒരു എന്താ പറയാ, ഒരുപാട് കഥകൾ ഇങ്ങനെ പഠിക്കണ്ടേ? അതാണ് എന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അതുകൊണ്ട് ഞാൻ നിർത്തിയത്. 2 കാര്യങ്ങളാണ്. ഒന്ന് ഇത് കാണാപ്പാടം പഠിക്കണം. അതേ ഓർത്ത് കഥാപ്രസംഗം നമ്മള് ഒരു സ്പോട്ടിൽ ഇത് ചെയ്യും വേണം, അത് ആളിൽ എത്തിക്കും വേണം. അതെല്ലാം ബൈഹാർട്ട് ചെയ്യണല്ലോ. 15 ഇപ്പൊ എന്താ പറയാ കോളേജ് കലോത്സവങ്ങളിൽ 15 മിനിറ്റാണ്. അപ്പൊ ഈ 15 മിനിറ്റ് കഥ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അപ്പൊ ഈ 1.5 മണിക്കൂർ പറയുന്ന ആളുകൾ 2 മണിക്കൂർ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമ്മളൊരു പ്രൊഫഷണൽ അല്ല, നമ്മൾ അതിനു വേണ്ടി പഠിക്കുകയാണ്. എന്താ പറയാ, ഈ സ്കൂളിൽ പോലും കാണാതെ പഠിക്കാൻ പറ്റാത്ത ഒരാള് ഈ കഥാപ്രസംഗം പഠിക്കും. അതൊരു ചാലഞ്ചായിരുന്നു തോന്നുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇതില് ഈ കഥാപാത്രങ്ങൾക്കനുസരിച്ച് നമ്മള് നമ്മുടെ ശബ്ദ വേരിയേഷൻ മാറ്റങ്ങൾ ചിലപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഡബിങ് പോലെ തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ കരയുമ്പോ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് മാറുമല്ലോ. ഇപ്പൊ വി സാംബശിവൻ സാറൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹമായിരുന്നു റോൾ മോഡൽ. എപ്പോഴും വിജയമാമൻ എപ്പോഴും പറഞ്ഞ നീ ആ കഥ കേട്ടു നോക്ക്, അദ്ദേഹം പറഞ്ഞ കഥ കേൾക്കുക, അതിൽ ഇന്ന ക്യാരക്ടർ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാ പറയും. അപ്പൊ ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് ത്രോട്ടിന് ഭയങ്കര സ്ട്രെയിൻ ആവും. ശരിക്കും അപ്പോഴാണ് ഈ ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെ എത്ര ബുദ്ധിമുട്ട്. കാരണം കരയുമ്പോ കരയണം, ചിരിക്കുമ്പോ അട്ടഹസിച്ച് ചിരിക്കണം, നമ്മൾ ഒച്ചത്തിൽ കീറി വിളിക്കുന്നത്, അതൊക്കെ നമ്മൾ ത്രോട്ടിന് ഈ പാടുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിരുന്നു. നമ്മുടെ പാഷൻ എപ്പോഴും പാട്ട് തന്നെയായിരുന്നു, പാട്ടിലേക്ക് അത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു നിർത്താം. പക്ഷെ അന്നൊക്കെ കുറെ ആളുകൾ ഇങ്ങനെ ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ കഥാപ്രസംഗം വിൻ ചെയ്തത് കൊണ്ട് ഓരോ വർഷം ഇന്റർസോണിൽ കിട്ടുമ്പോഴും ഇങ്ങനെ വിളിക്കും 1.5 മണിക്കൂർ കഥ. ഞാൻ പറയും നടക്കില്ല, 1.5 മണിക്കൂർ ഞാൻ 15 മിനിറ്റിന് പറയാം. അങ്ങനെ ഈ 15 മിനിറ്റിന്റെ കഥ അരമണിക്കൂറായിട്ട് വലിച്ചു നീട്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും സ്പോട്ടിൽ വല്ലതും മറന്നു പോയിട്ടുള്ള കഥ വല്ലതും ഉണ്ടോ കഥ പറയുമ്പോ? അയ്യോ അതേ ഉള്ളൂ. ഒരു സ്റ്റേജിൽ മുഴുവനായിട്ട് മറന്നു വെച്ചാൽ അത് ആ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ട് അതൊരു പുരാണ കഥയായിരുന്നു തോന്നുന്നു. അത് പുതിയതായിട്ട് അതിനു വേണ്ടി എഴുതിയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് അരമണിക്കൂർ. അപ്പൊ അതുവരെ 15 മിനിറ്റ് കഥകൾ നമ്മൾ അരമണിക്കൂറായിട്ട് വളരെ മറ്റേത് സ്കൂൾ കലോത്സവങ്ങൾ കുറച്ച് സ്പീഡിലാണ് നമ്മൾ പറയാം. കാരണം 15 മിനിറ്റ്സിൽ ഒതുക്കാൻ വേണ്ടി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പറയുമ്പോൾ നമുക്കൊരു 20-25 മിനിറ്റ്സേക്ക് അത് ആക്കാൻ പറ്റും. പാട്ടുകളും ആവർത്തി പാടി കഴിഞ്ഞാൽ രസകരമായിട്ട് അതൊരു രസകരമായി പോവുകയും ചെയ്യും. പക്ഷെ ഇത് പുതിയതായിട്ട് കഥ എഴുതി പഠിച്ച് എത്ര പഠിച്ചിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല. അങ്ങനെ 3 പ്രാവശ്യം കർട്ടൻ ഇടേണ്ടി വന്നു. അന്ന് ഞാൻ നിർത്തി. അന്ന് അവസാനം ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് പറയുന്ന ഒരു അവസ്ഥ. അതെന്തോ ഒരു ആ സമയത്ത് എനിക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. എന്തോ പനി വരുമോ അങ്ങനെ എന്തോ ചെയ്ത് അതിന്റെ അനുബന്ധിച്ച് ആ പ്രോഗ്രാമിനോട് അനുബന്ധിച്ച്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എന്നെ 3 പ്രാവശ്യം കേട്ടോ കരച്ചില് വാളായി ഞാൻ. പക്ഷെ അന്ന് പ്രായം കുറവ്, ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ അതൊരു കാരണം മാത്രം. മെയിൻ എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക് എനിക്ക് സ്ട്രെയിൻ പോലെ തോന്നി തുടങ്ങി പാടുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇതിലേക്ക് ഞാനത്. പക്ഷെ എനിക്ക് ഒരു പരിധി വരെ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നീട് പാട്ടിലേക്കുള്ള ഒരു കണക്ഷൻ കൂടിയായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ സിനിമാ സംഗീതമാണെങ്കിൽ പോലും ഒരു സിറ്റുവേഷനിലാണല്ലോ ഒരു പാട്ട് പാടുന്നത്. നമ്മളിപ്പോ ഒരു സാധാരണ ഒരു പാട്ട് പാടുന്ന പോലെ എന്നെക്കാളും കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട് പാടുക എന്നുള്ളതിന്
നമ്മളത് മനസ്സിലാക്കിയത് ഇതിലൂടെയാണ്, അത് ശരിയാ. കഥാപ്രസംഗത്തിൽ. കാരണം ആ സിറ്റുവേഷനിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടാണല്ലോ ആ പാട്ടിലേക്ക് കയറുന്നത്. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് പാട്ട് ഇപ്പം സിനിമയിൽ പാടുമ്പോഴൊക്കെ ഒരു എക്സ്പ്രഷൻ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് അത് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടിലോട്ട് നേരെ വന്നു. പിന്നെ പാട്ട് അല്ല ഞാൻ കോളേജ് മുതൽ വന്നു. കാരണം കോളേജ് ആയപ്പോഴേക്കും ഞങ്ങള് വേറെ വേറെ കോളേജുകളിൽ 7ാം ക്ലാസ്സിൽ കേട്ടൻ ഇട്ടല്ലോ. അത് അല്ല, അങ്ങനെ അരമണിക്കൂർ കഥകൾ ഇനി പറയില്ല എന്ന്. അതായത് വേറെ പുറത്തുനിന്ന് അരമണിക്കൂറിന് അവിടെ കേട്ടനിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഈ കോളേജിൽ മത്സരിക്കാനുള്ള അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത കുറെ കഥകൾ ഉണ്ടായിരുന്നല്ലോ. അത് ഓൾറെഡി അത് പറഞ്ഞു അങ്ങനെയാണ് കോളേജിലൊക്കെ. പക്ഷെ ഈ പറയുന്ന കോളേജിലും ഈ പറയുന്ന പോലെ അച്ഛനോട് ഞാൻ പറയും, അച്ഛൻ സ്ട്രെയിനാണ്, വേറെ അല്ല ഇത് ഈ വർഷം കൂടെ പോട്ടെ, ഈ വർഷം കൂടെ പോട്ടെ. അപ്പൊ കോളേജിൽ നിന്ന് നമ്മളോട് പറയും ഐറ്റം മത്സരിക്കുമ്പോഴൊക്കെ. അങ്ങനെ അത് ഇഷ്ടമല്ലാതെ പാട്ടും സൈഡ് ബൈ സൈഡ് അത് അന്ന് കണ്ടായിരുന്നു. അന്ന് ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. സ്റ്റേജിൽ ലൈവുകൾ അങ്ങനെ അധികം പാടാറുണ്ടായിരുന്നില്ല. കാരണം ലൈറ്റ് മ്യൂസിക്കിൽ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. ലൈറ്റ് മ്യൂസിക് ഇന്റർസോൺ വിന്നർ ആയിരുന്നു. 2-3 തവണ ലൈറ്റ് മ്യൂസിക്കും കഥാപ്രസംഗം ഒരുമിച്ച് അങ്ങനെ പോയിരുന്നു. രസമായിരുന്നു. കലോത്സവകാലം എന്ന് പറയുന്ന ഒരു പ്രത്യേക, കാരണം അന്നത്തെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ കൂടുതൽ ഈ വേദികളിൽ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അന്നത്തെ കാലത്തിൽ അവരുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇന്നും അവര് കാണുമ്പോ പറയും. പിന്നെ ആൽബം സോങ്സ് ആണോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? അതോ അല്ല, ഞാൻ ഡിവോഷണലൊക്കെ പാടി. അത് കോളേജ് സമയത്ത് തന്നെ. അത് വെച്ചാല് ഈ നമ്മള് ട്രാക്ക് റെക്കോർഡിങ്ങിന് പോവായിരുന്നു. പാടി തുടങ്ങിയ സമയത്ത് അങ്ങനെയാണ്. കാഞ്ഞങ്ങാട് രാമധരൻ സാറിന്റെ കുറെ പാട്ടുകൾ ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു പൈസയും കിട്ടും, ഒരു വരുമാനമാണല്ലോ, ചെറിയ പോക്കറ്റ് മണി പോലെ. അപ്പൊ അതിന്റെ കൂടെ കുറെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ വളരെ ടഫാണ് പാട്ടുകൾ. പ്രത്യേകിച്ച് ഡിവോഷണൽ സോങ് അദ്ദേഹം ചില റയർ രാഗങ്ങളിലൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ട്രാക്കുകൾ പാടാൻ പറ്റിയ, അങ്ങനെ പാടിയാണ്. പിന്നീട് കോളേജ് കഴിഞ്ഞ് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് കുറച്ചുകൂടി സ്റ്റഡീസിൽ അച്ഛൻ കുറച്ചുകൂടി ജോലി ജോലി അത് കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ കൂടെ പാട്ട് എന്നുള്ളൊരു, കാരണം അച്ഛനൊരു എഞ്ചിനീയർ ആയിരുന്നു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, അമ്മ ശാരദ. അപ്പൊ അച്ഛൻ അങ്ങനെയാണ് മ്യൂസിക്കിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അച്ഛൻ പക്ഷെ വളരെ സ്നേഹിച്ചാണ് അതിനെ അച്ഛന് അത്രയും സമയം ഉണ്ടായിരുന്നു ജോലിക്കിടയിൽ. അപ്പൊ ഞാനും അങ്ങനെ ആവട്ടെ, കുറച്ചാന്ന് വെച്ചാൽ ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ജോബായി. അപ്പൊ അതിന്റെ കൂടെ ഇത് കൊണ്ടുപോകുമ്പോ അവനും അതായത് സേഫായി, വേറെ റിസ്ക് ഇല്ല. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അത് പ്രൊഫഷണൽ ആക്കി എടുക്കാൻ കുറച്ചൊരു ഒരു ബുദ്ധിമുട്ടായിരുന്നു, പേടിയൊക്കെ ആയിരുന്നു, ടെൻഷനും. അതെ. പിന്നീട് അത് ആ രീതിയിൽ ഞാൻ പോയി. അപ്പൊ ഞാൻ പറയാം കുറച്ച് കണക്ഷൻ വിട്ടുപോയി. പഠിത്തത്തില് കോൺസെൻട്രേഷൻ, കാരണം മാത്സ് ആയിരുന്നു സബ്ജക്ട്. മാത്സ് എടുത്ത് അല്ല ബുദ്ധിജീവിയതല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും പറയല്ലോ മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധി. അങ്ങനെ അത് വളരെ എന്റെ കാര്യത്തിൽ വളരെ തെറ്റാണ്. അപ്പൊ അത് അതിനോടൊരു ഇഷ്ടം, അതായത് അതിനൊരു കഥയുണ്ട്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മാത്സിന് വട്ടപൂജയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതുവരെ 8ാം ക്ലാസ് ഒക്കെ 9ാം ക്ലാസ് വരെ. 9ാം ക്ലാസ്സിൽ എനിക്കൊരു സാറെ കിട്ടി, ഒരു കുറുപ്പ് സാറെന്ന് വിളിക്കും ഞങ്ങൾ, ബാലഗോപാലക്കുറുപ്പ് എന്നാണ് അദ്ദേഹം, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹത്തിന്റെ ട്യൂഷൻ എനിക്ക് കിട്ടി. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു അദ്ദേഹം. പക്ഷെ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്നത്. അങ്ങനെ 9ാം ക്ലാസ് മുതൽ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കുന്ന രീതിയും അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണെന്ന് അറിയില്ല, മാത്സ് ഭയങ്കര നമ്മൾ പറയുമല്ലോ, നമുക്ക് ആ ടീച്ചറിനോടുള്ള ഇഷ്ടം സബ്ജക്റ്റിനോടും കൂടി നമ്മൾ ഭയങ്കര രസകരമായി, അതായത് നമുക്ക് ആ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ക്രിസ്റ്റൽ ക്ലിയർ പോലെ, ഞങ്ങൾ ഇതായിരുന്നോ അന്ന് ഞാൻ പഠിച്ചത് ഇതായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്രയും രസകരമായിട്ട് സാറ് പറഞ്ഞു തരും. അപ്പൊ അങ്ങനെ മാത്സിനോട് ഭയങ്കര പാഷനായി. അങ്ങനെയാണ് മാത്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. അതാ ഞാൻ പറയാം, ബുദ്ധിയൊന്നുമില്ല, ബുദ്ധിയുടെ അല്ല, എന്നാലും ബുദ്ധിയും കൂടെ വേണം. അല്ല എനിക്ക് തോന്നുന്നു അന്നത്തെ സമയത്ത് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. മേ ബി ഇല്ല, നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി മാത്സ് എന്ന് പറയുമ്പോൾ, ഇപ്പം മീനാക്ഷിയും പറഞ്ഞല്ലോ, മാത്സ് എന്ന് പറയുന്നത് ഒരു
ടഫസ്റ്റ് ആണെന്നുള്ള ഒരു തോന്നലാണല്ലോ പലർക്കും. അത് തന്നെയായിരുന്നു 9ാം ക്ലാസ് വരെ എനിക്ക്. പക്ഷെ അതിന് ചില ആളുകൾ അതിനെ ഇങ്ങനെ തുറന്നു വിട്ടു തരുന്നു. മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും അങ്ങനെയാണ് വേ ഓഫ് ടീച്ചിങ് നമ്മളെ വല്ലാണ്ട് പിന്നെ നമ്മൾ സ്വാധീനിക്കും. അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് പോകും. അപ്പൊ അങ്ങനെ അവിടെ മുതലാണ് മെയിൻ എടുത്തു വെച്ചാൽ പ്രീ ഡിഗ്രി എല്ലാം MSc MSc. അപ്പൊ ഞാൻ പറഞ്ഞ MSc പഠിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഒട്ടും സമയം കിട്ടില്ല, കാരണം അത്രയും പഠിക്കാനുണ്ടാവും. അപ്പൊ പാട്ടുമില്ല, ഒന്നുമില്ല, പാട്ടുകൾ മിക്കവാറും ആകെ ഈ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബി എഡും ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാട്ടിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപകൻ പിന്നെ കുറച്ചു കാലം ജോലി +2 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോൾ +2 1-2 സ്കൂളുകളിൽ +2 വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ വന്നു, ദേവഗിരി സെന്റ് ജോസഫ് കോളേജ്. അങ്ങനെ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ റിയാലിറ്റി ഷോയുടെ ഒരു പരസ്യം, ഗന്ധർവ സംഗീതത്തിന്റെ, അത് പേപ്പറിൽ വരികയും അത് വെറുതെ അപ്ലൈ ചെയ്തിട്ട് അന്ന് കാസറ്റിലാണ് നമ്മൾ 3 പാട്ട് അയച്ചു കൊടുക്കുക. തിരുവനന്തപുരത്തേക്ക് അയക്കണം കാസറ്റ്. അപ്പൊ അവിടെ നിന്ന് ജഡ്ജ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ കേൾക്കുമ്പോ ഭയങ്കര അത്ഭുതം. ഇപ്പൊ വാട്സാപ്പിങ് അങ്ങനെയാണല്ലോ, വളരെ ഈസിയാണല്ലോ. വളരെ അടുത്ത ഓഡിഷൻ പോയി ചെയ്തിട്ട് വരാന്നുള്ളത്. കാസറ്റിൽ വായിക്കുന്നു, നമ്മൾ അറിയുന്ന തന്നെയല്ലേ, എന്താ നടക്കുന്ന അറിയില്ല, അത് അവിടെ എത്തിയിട്ടുണ്ടോ തന്നെ അറിയില്ല. സത്യം, എത്തിയോന്നുള്ളത് തന്നെ ഡൗട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എത്ര പാട്ടുകൾ അയച്ചു കൊടുത്തു? അന്ന് 3 പാട്ടുകൾ. അപ്പൊ എന്റെ ധാരണ അതില് ആ 3 പാട്ടുകൾ കഴിഞ്ഞ് ഒരു റൗണ്ടേ ഉള്ളൂ, അതോടുകൂടി കഴിഞ്ഞു. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ റൗണ്ടിൽ തീരുമാനമാവും എന്നുള്ളതാണ്. വേറെ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല ഇന്നത്തെ പോലെ. പക്ഷെ അത് സെലക്ട് ചെയ്ത് അന്ന് 5 റൗണ്ടോ 6 റൗണ്ടോ എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആ കോമ്പറ്റീഷന് അത് ഓഡിയൻസിന്റെ മുമ്പിലായിരുന്നു പെർഫോം ചെയ്തത്. അതായത് ഇൻഹൗസ് ഷൂട്ടല്ല, എല്ലാ കോമ്പറ്റീഷനും ഓഡിയൻസ് ഓരോ പ്രധാനപ്പെട്ട സിറ്റികളിൽ ഒരു വലിയ ഹാൾ എടുത്തിട്ട് അവിടെ ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഓഡിറ്റോറിയം ഫുൾ ഓഡിയൻസ് ആയിട്ട് അവരുടെ മുമ്പിലാണ് നമ്മൾ പെർഫോമൻസ്. അപ്പൊ അവർക്ക് കോമ്പറ്റീഷനും കാണാം, ജഡ്ജ്മെന്റ് കേൾക്കാം, എല്ലാം. നമ്മളൊരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ കൂടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ പക്ഷെ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മള് ലൈവിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടുതൽ. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന് ഓഡിയൻസിനെ ഓഡിയൻസിന്റെ പൾസ് നമുക്ക് അന്ന് മുതലേ അറിഞ്ഞു തുടങ്ങി. അതെ, അപ്പൊ അവരെ കണ്ടുകൊണ്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് അന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത് ശരത് സാർ, പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ, LPR വർമ്മ സാർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ലെജൻസ് ആണ് അന്ന് ജഡ്ജ്. അപ്പൊ ഇവരെ മുന്നിൽ ആദ്യമൊക്കെ നമ്മളിത് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് വട്ടാവും, ഇവരെ മുന്നിൽ എങ്ങനെ പാടുക. അപ്പൊ ആ ഒരു ആലോചന ഫ്രഷ് ആയിട്ട് പോവാ. കാരണം ഇവരെ മുന്നിൽ ചിലപ്പോ ഇവരുടെ പാട്ടുകൾ തന്നെ പാടണം. അപ്പൊ നമ്മള് എന്താണ് നമ്മൾ അവര് ക്രിയേറ്റേഴ്സ് ആണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റില്ല. എന്നിട്ട് അത് വേറെ രസം എന്ന് വെച്ചാൽ ഫൈനൽ മത്സരത്തിൽ യേശുദാസ് സാറ് ഫ്രണ്ടിൽ വന്നിരിക്കും കോമ്പറ്റീഷൻ ഫുള്ള് കേൾക്കാനായിട്ട്. ഫൈനൽ എറണാകുളത്ത് വെച്ചായിരുന്നു നടന്നത്, ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ഫുള്ള് സാറ് വന്നിരുന്ന് കേട്ടിട്ട് ഫൈനൽ റിസൾട്ട് വന്ന് സാർ അതിന്റെ പ്രൈസും കൊടുത്തിട്ടാണ് സാർ തിരിച്ചു പോകുന്നത്. അത്രയും സമയം സാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇത് ദാസാറാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു പാടാം, ഇവിടുന്ന് കൊണ്ട് ശബ്ദം വരില്ല. മറ്റേ ശ്രീനിവാസേട്ടൻ മറ്റേ ഇതിൽ വിസിൽ വിളിച്ച കാര്യമോ. അപ്പൊ അതൊന്നും ചിന്തിക്കാതെ നമ്മളിങ്ങനെ ഇരുന്ന് അതങ്ങനെ ആരോ ഇരിക്കണമെന്നുള്ള രീതിയിൽ. ശരത്തേട്ടൻ ഇരിക്കുന്നുണ്ട്, ജഡ്ജ് രവീന്ദ്ര മാസ്റ്ററാണ് ഫൈനൽ ജഡ്ജ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ഇപ്പോഴത്തെ കുട്ടികൾക്കും ആ ഒരു ഭാഗ്യം ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. പക്ഷെ ഈ ഓഡിയൻസിനായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ അന്ന് ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടി. അപ്പോൾ ഭാവിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അന്ന് പക്ഷെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയില് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാരണം ടെക്നിക്കൽ കാര്യങ്ങൾ. അന്ന് അത് അത്രയും പറയില്ല, അത്രയും ചാൻസും കിട്ടിയില്ല, അത്രയും പറയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നതാണ് ചില കാര്യങ്ങൾ. ഇപ്പൊ ചിലപ്പോൾ പേഴ്സണലി നമ്മൾ അവരെ വിളിച്ച് അവരെടുത്ത് പോയൊക്കെ ചോദിക്കും, സാർ എന്താണ് ഞാൻ അന്ന് പാടിയതിൽ. സ്റ്റേ ഉണ്ട്, പക്ഷെ ഗ്രൂമിങ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഗ്രൂമിങ് ഒക്കെ നമ്മൾ ആകെ പ്രാക്ടീസ് മാത്രം. ഐ മീൻ ഈ ഓർക്കസ്ട്രയുടെ കൂടെ ഒരു പ്രാക്ടീസ് ഉണ്ടാവും, 1-2 പ്രാക്ടീസ് ഉണ്ടാവും, അത് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ പെർഫോമൻസ്. അപ്പൊ അങ്ങനെ
അപ്പൊ അത് ഒരു ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾ. ഞാൻ വളരെ ഭാഗ്യം, ഞാൻ കണക്ട് ചെയ്തതാണ്, വളരെ ഭാഗ്യമുള്ള. കാരണം കൃത്യമായ ടെക്നിക്കൽ കാര്യങ്ങൾ ഇപ്പോഴത്തെ ജഡ്ജസ് എല്ലാവരും, അതും ലെജൻസ് ആയിട്ടുള്ള, ലെജൻസ് ആയിട്ട് ഇത്രയും ലെജൻസ് ആയിട്ടുള്ള ആളുകൾ വന്നിരുന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് മോനെ പാടിയില്ല, അല്ലെങ്കിൽ മോളെ ഇതാണ് നിന്റെ പ്രശ്നം, അത് ഇതിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഈ പാട്ടിൽ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഉപയോഗിക്കണം എന്ന് നല്ലോണം അതെ. ഞാൻ പറയുന്നത്. അന്നത്തെ പോലെയല്ല ഇന്നത്തെ, കുറച്ചുകൂടെ ഈസി അല്ലേ അതെ അതെ, കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിഷ്ടമുള്ള പാട്ടിനേക്കാളും ഓഡിയൻസ് എന്താണോ, അതെ അതെ അതെ, അല്ലേ? ഞാൻ വിചാരിക്കണം ഇപ്പൊ നമ്മൾ എത്രയോ ഇപ്പൊ ഞാൻ സിനിമയിൽ പാടിയ പല പാട്ടുകളും എനിക്ക് ഇപ്പൊ സ്റ്റേജിൽ പാടാൻ പറ്റില്ല. നമുക്ക് എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകളായിരിക്കും, പക്ഷെ ഓഡിയൻസ് ചിലപ്പോൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ, എന്റെ പാട്ടല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റുകൾ ഉണ്ടാവില്ല, അത് അവർക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല. അപ്പൊ അത് പെർഫോം ചെയ്യാനുള്ള വേദിയല്ല ഈ എന്താ ലൈവ്. ഈ ഗന്ധർവ സംഗീതത്തിലെ വിന്നർ ആ ഒരു മൊമെന്റ്, ആ പാടിയ പാട്ട് ഏതായിരുന്നു? ഗന്ധർവ സംഗീതത്തിൽ ഞാൻ പാടിയത് 2 റൗണ്ടുകൾ പാടി, 3 റൗണ്ടുകൾ പാടി. അതിൽ ഒരു റൗണ്ടില് മുഹമ്മദ് റഫി സാബിന്റെ ഒരു പാട്ടാ പാടി, ഓ ദുനിയാ കെ രഖ്വാലെ. അതൊന്ന്. ഓ ദുനിയാ കെ രഖ്വാലെ സുൻ ദർദ് ഭരെ മേരെ നാലേ, സുൻ ദർദ് ഭരെ മേരെ നാലേ. റഫി സാബിന്റെ പാട്ടൊന്ന്. പിന്നെ ഇതിന്റെ ഈ പാട്ടിനൊരു കഥയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം നടന്നു ഈ പാട്ടിൽ. അത് ആ പാട്ട് പാടി. പിന്നെ പ്രണതോസ്മി ഗുരുവായൂർ പുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം, അത് പാടി. പിന്നെ നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം, ഈ പാട്ടും. അങ്ങനെ 3 പാട്ടുകളാണ് പാടിയത്. അപ്പൊ അതില് ഒരു പാട്ട് രവീന്ദ്ര മാസ്റ്റർ പാട്ടായിരുന്നു, ഈ നാദരൂപിണി. ഒരു പാട്ട് ശരത്തേട്ടന്റെ പാട്ട് പ്രണതോസ്മി. ഒന്ന് ഈ പറയുന്ന പോലെ റഫി സാബിന്റെ പാട്ട്. ഈ ഫൈനലിൽ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞ് ഈ അന്ന് ഈ ചാനലിൽ ഇത് കണ്ടിട്ട് രാജസേൻ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പുതിയ സിനിമ നടക്കുന്നു, അതായത് ഞാൻ എല്ലാ പുതുമുഖങ്ങളാണ് അതിലെ ആക്ടേഴ്സും, അതുപോലെ തന്നെ അതിലെ ടെക്നീഷ്യൻസും എല്ലാവരും പുതുമുഖങ്ങൾ വെച്ച് ചെയ്യാണ്. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന്റെ ആദ്യത്തെ റിലീസായ പടം അതായിരുന്നു, നക്ഷത്ര കണ്ണുള്ള രാജകുമാരി. ഇപ്പൊ സാർ അതിൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ തന്റെ മറ്റേ മുഹമ്മദ് റഫി സാബിന്റെ പാട്ട് കേട്ടു, അത് നല്ല ഹൈപ്പിച്ചുള്ള പാട്ടല്ലേ, രഖ്വാലെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. തനിക്ക് അങ്ങനത്തെ ഒരു പാട്ടാണ് ഞാൻ അതിൽ വെച്ചിരിക്കുന്നത് എന്ന് പറയും. അപ്പൊ നോക്കുമ്പോ അതേപോലത്തെ പാട്ട്, ഫസ്റ്റ് സോങ് അതായിരുന്നു. പുത്തൂരം വീട്ടിലെ തച്ചോളിപ്പാട്ടിലെ നക്ഷത്ര കണ്ണുള്ള വീരന്മാരെ, നാടിൻ്റെ മാനവും കാത്തവരെ. ഇതാണ് ഞാൻ ആദ്യം റെക്കോർഡിങ്ങിന് പാടുന്ന പാട്ട്. സിനിമയിലേക്കുള്ള എൻട്രി. ബെന്നി കണ്ണൻ എന്ന് പറയുന്ന 2 ആളുകളാണ് മ്യൂസിക് ചെയ്തത്. അതിൽ കണ്ണൻ ചേട്ടൻ എന്നില്ല. അതേപോലെ അത് എഴുതിയത് നമ്മുടെ രമേശൻ നായർ സാറാണ്, രമേശൻ നായർ സാർ. അപ്പോൾ അങ്ങനെ സാറിന്റെ ഒരു വരി ആദ്യമായിട്ട് പാടാൻ സാധിച്ചപ്പോൾ, സാറിന്റെ മകൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ് മനു രമേശ്. അപ്പൊ എപ്പോഴും നമ്മളത് ഇങ്ങനെ ഒരുപക്ഷെ സാറിന്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം, ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരുപാട് നല്ല വർക്കുകൾ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞ ചില പാട്ടുകൾ നമ്മുടെ എന്താ പറയാ റേഞ്ച്, പിന്നീട് കിട്ടിയ സാർ എനിക്ക് തന്ന പാട്ടുകളെല്ലാം അങ്ങനത്തെ ഹൈപ്പിച്ച് പാട്ടുകളായിരുന്നു. സ്വപ്നം കൊണ്ടൊരു തുലാഭാരം എന്ന സിനിമയിൽ അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി, ഔസഫിസൻ സാറിന്റെ. ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ, ഈ പാട്ട് അത് ഭയങ്കര പിച്ചാണ്. എന്റെ ഹനുമലേക്ക് ഭയങ്കര അപ്പൊ അങ്ങനെ ഒരു ഹൈ പിച്ച് പാടുന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് സിനിമയിൽ ഞാൻ റിലീസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഒരുപാട് മെലഡി സോങ്സ് പാടാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. അതിൽ ഏറ്റവും നല്ല സോങ് എനിക്ക് മണിക്കുട്ടിന് വേണ്ടി പാടിയ, അതൊരു ശരിക്കും പറഞ്ഞാൽ അത് എന്റെ ആദ്യത്തെ ഒരു ഹിറ്റ് എന്ന് വേണേ പറയാം. പക്ഷെ അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നമുക്ക് കൗണ്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ വൈഫ് സവിജ ആദ്യമായിട്ട് കേട്ടിട്ടുള്ള എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള പാട്ട് ഇതാണ്. പക്ഷെ ഞാനാണ് പാടിയെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ സവിജ ഈ പാട്ട് പാടി ഇയാളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സവിജ എന്നെ ശ്രദ്ധിക്കുന്നത്. ഓ അത് ശരിയാണ്. ഓമനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഒരമ്മ
താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ പാലാഴി നിലാവമ്മ ചേലേഴിൻ കിനാവമ്മ എൻ്റെ മാത്രം അമ്മ ഓമനെ. എനിക്ക് സുജാ ചേച്ചിയുടെ കൂടെ പാടാൻ പറ്റിയൊരു നല്ല ബ്യൂട്ടിഫുൾ ഒരു മദർ അല്ലേ കുട്ടി അമ്മ മകൻ എന്നുള്ളൊരു കോമ്പിനേഷനിൽ അങ്ങനെ അധികം പാട്ടുകൾ റീൽസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എന്നെ ടാഗ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സന്തോഷമാണ്. ഇപ്പോഴും അത് ട്രെൻഡിങ്ങിലായിട്ടുള്ള തന്നെയാണ് പാട്ട്. മദേഴ്സ് ഡേക്ക് ഒക്കെ അതെ, മദേഴ്സ് ഡേക്ക്. പിന്നെ ഒരു കുട്ടി, പുതിയ കുട്ടി ജനിക്കുമ്പോ അമ്മയും കുട്ടിയുള്ള ബോണ്ടിങ് എല്ലാം ഈ പാട്ട് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരുന്നു പിന്നീട് ഈ അതിന് മുമ്പേ പാടിയ പാട്ടുണ്ട് മയങ്ങിപ്പോയി. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നില മഴയിൽ മയങ്ങിപ്പോയി. ഈ പാട്ട് അതുപോലെ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം. ഈ പാട്ട് അങ്ങനെ ഈ പാട്ടുകൾ രണ്ടും ഓമന ഉണ്ണിക്ക് മുമ്പേ പാടിയ പാട്ട്. എല്ലാം നല്ല ഹിറ്റ് സോങ്സും ആയിരുന്നു. അപ്പൊ എം ജയേന്ദ്രൻ സാറിന്റെ കൂടെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കിട്ടിയ കുറച്ച് നല്ല പാട്ടുകളാണ്. പാലപ്പൂ ഇതിലോട്ട് നമുക്ക് വരാം. പാലപ്പൂ ഇതിൽ സത്യം പറഞ്ഞാൽ വളരെ ആക്സിഡന്റലി സംഭവിച്ചൊരു പാട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയില് അവിടെ ചിത്ര ചേച്ചിയുടെ ഒരു ഓഡിയോ കമ്പനി ഉണ്ട്, ഓഡിയോ ട്രാക്സ് തൊട്ട്. അതിന്റെ ഒരു ആൽബത്തിന്റെ പാട്ട് പാടാനായിട്ട് ഞാൻ ചെന്നൈയിൽ ആ സ്റ്റുഡിയോയിൽ പോയതായിരുന്നു. 2-3 ദിവസത്തേക്ക് നിന്നിട്ട് മൂന്നോ നാലോ പാട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പാടാൻ വേണ്ടി ഞാനിങ്ങനെ മേലത്തെ സ്റ്റുഡിയോയിൽ പാടി കഴിഞ്ഞ് ഞാനൊരു ബ്രേക്കിന് പുറത്തേക്ക് വരുമ്പോൾ താഴത്തെ സ്റ്റുഡിയോയിൽ ശരത്തേട്ടൻ വർക്ക് ചെയ്തോണ്ടിരിക്കും. അന്ന് മുതൽ ശരത്തേട്ടനെ അറിയാം, 2001 മുതൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ കാണും പല വേദികളിലൊക്കെ വെച്ചിട്ട്. ഗന്ധർവ സംഗീതം അതുണ്ട് 2001 മുതൽ. അതിനുശേഷം ഒരുപാട് ഗന്ധർവ സന്ധ്യകളിൽ ശരത്തേട്ടൻ കണ്ടക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഈ മ്യൂസിക് കണ്ടക്ട് ചെയ്യാൻ. അപ്പം ഒരു കവിത പ്രഭാവർമ്മ സാർ എഴുതിയൊരു കവിത, ദാസാറിനെ പറ്റി എഴുതിയൊരു കവിത ശരത്തേട്ടൻ ട്യൂൺ ചെയ്തിട്ട് പെട്ടെന്ന് ട്യൂൺ ചെയ്ത് നമ്മൾ ദാസാറിന്റെ മുന്നിൽ പാടേണ്ട ഒരു വേദി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നെ കൊണ്ട് പാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിചയമുള്ളൂ. അപ്പൊ ഞാൻ ബ്രേക്കിന് പുറത്തേക്ക് വന്ന സമയത്ത് ശരത്തേട്ടൻ ഇതേപോലെ ബ്രേക്കിന് മേലെ, അപ്പൊ മേലെയാണ് ഈ ഒരു ഇതുള്ളത്, നമുക്ക് ഡൈനിങ് ക്യാൻറ്റീൻ പോലെ ഫുഡൊക്കെ കഴിക്കുന്ന അവിടെ. അപ്പൊ കോമൺ ഏരിയ ആണല്ലോ. അപ്പൊ അവിടെ ചായ കുടിക്കാനായിട്ട് ഞാൻ അങ്ങനെ വന്നപ്പോൾ ശരത്തേട്ടൻ വന്നു. അപ്പൊ ഞാൻ കണ്ടേ, അപ്പൊ അങ്ങനെ കുറച്ച് സംസാരിച്ചു. എത്ര ദിവസം ഉണ്ട്? ഞാൻ പറഞ്ഞു 2 ദിവസം ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഇതിലൊരു പാട്ടുണ്ട്, ഒരു 80s ഒക്കെ സൗണ്ട് ചെയ്യുന്നൊരു പാട്ടാണ്, ശ്യാം സാറിന്റെ ഒക്കെ ഒരു കാലഘട്ടം പോലത്തെ. നീ ഒന്ന് പാടി നോക്ക്, ചിലപ്പോ ഓക്കെ ആവും എന്ന് പറഞ്ഞു. ശരി. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിങ്. അപ്പൊ എന്നോട് പറഞ്ഞിങ്ങനെ രഞ്ജിത്തേട്ടന്റെ പടമാണ്, ഇങ്ങനെ ഒരു നല്ല സബ്ജക്റ്റ് ആണ്, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പാടി. അപ്പൊ ഞാൻ പാട്ട് ഫുള്ള് പാടി. പക്ഷെ പാടി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല, എന്താണ് നമുക്ക് അന്നൊന്നും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊന്നുമില്ല, കൂടുതലായിട്ടില്ല. അപ്പൊ അങ്ങനെ കുറെ കഴിഞ്ഞപ്പം ഈ തിരക്കഥ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ വരുന്നു. അപ്പൊ എടേ നിന്റെ പാട്ടുണ്ട് കേട്ടോ, ഒരു പ്രാവശ്യം കണ്ടപ്പോ നിന്റെ പാട്ട് അതിൽ ഓക്കെ ആയിട്ടുണ്ട്, രഞ്ജിത്തേട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഡ്യുവറ്റ് ആക്കിയിട്ടുണ്ട്, ശ്വേതയാണ് പാടിയെന്നു. ശരി. അപ്പൊ ഏതായാലും നല്ല പാട്ടുമാണ്. ഓക്കെ, അത് പാട്ട് ഇറങ്ങി കഴിഞ്ഞ. അപ്പൊ അന്നിങ്ങനെ ഹിറ്റാണോ ഇല്ലോ എന്ന് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ഇതേപോലെ ഒന്നും പെട്ടെന്ന്. അപ്പൊ പിന്നെ പല പല സ്റ്റേജുകളിൽ ഇങ്ങനെ ആളുകൾ പാടുന്നു, നമ്മള് പോകുമ്പോ. അപ്പൊ കുറെ പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നു അങ്ങനെ പാട്ട്. അപ്പൊ മനസ്സിലായത് ഹിറ്റാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ആ പാട്ട് സംഭവിക്കുന്നത്. അത് ആ സിനിമയിൽ ഒത്തിരി നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒടുവിലൊരു ആണെങ്കിലും പാട്ട് ഭയങ്കര നന്നായിട്ട് റീച്ച് ആയ പാട്ടാണ്. പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി അനുരാഗികളാം
തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ ഹോയ് കാതിൽ നിൻസ്വനം. എനിക്ക് തോന്നുന്നു അധികം പേർക്കും അന്നൊന്നും അറിയില്ലായിരുന്നു അല്ലേ ഇത് അന്നല്ല ഇപ്പോഴും പലർക്കും അറിഞ്ഞോളൂ ഞാൻ പാടിയതല്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഒരു രസമാണ്. നമുക്കൊരു മേജർ ഹിറ്റ് എന്ന് പറയുന്നത് തന്ന പാട്ടാണ്. പാട്ടാണ്, ബ്രേക്ക് തന്നിട്ടുള്ള അതെ, പാട്ടാണ്. തീർച്ചയായിട്ടും.